ഇതിലേക്ക് കുട്ടികളും ഫേസ്ബുക്കിലേക്ക് പ്രവർത്തനങ്ങളുണ്ട്. മറ്റ് സ്ഥാപനങ്ങളുണ്ട്, ഈ പരിശീലനത്തിന്റെ സ്ഥാപനങ്ങളുണ്ട്. അതിലെല്ലാം പദ്ധതിയോ പൗരൻ അല്ലെങ്കിൽ സമാധാന അവരുടെ നഗരത്തിലുള്ള സ്ഥലത്ത് ഉൾപ്പെടെയുള്ള കാത്തിരിക്കുന്നു. മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജീവനങ്ങളുടെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടുള്ള നമ്മുടെ സ്കൂളിൽ 6 വിഭാഗങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാ കുടുംബങ്ങളിലും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ബിരിയാണി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും എല്ലാവരും അത് വാങ്ങിക്കൊണ്ടുപോകണം. അനവധി ബമ്പർ സമാധാനങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ തമിഴ്നാട്ടുകാരിയാണ്. നമ്മുടെ സെന്റ് മെരിയത്തി പള്ളിയുടെ മിഷൻ സിസ്റ്റർ 2K25 ഭാഗമായിട്ട് ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്ന എക്സിബിഷനാണ്. 2 എക്സിബിഷൻ ഉണ്ട് ഇവിടെ. ഒന്ന് പ്രോ ലൈഫും, ബാക്കി ഇവിടെ നമ്മളിപ്പോൾ നടക്കുന്നത് പഴയകാല ഉപകരണങ്ങൾ അതുപോലെയുള്ള സാധനങ്ങളെല്ലാമാണ്. നമ്മൾ പോലും കണ്ടിട്ടില്ലാത്ത, നമ്മളൊക്കെ 90s 70s ഉള്ളവരാണ്. നമ്മൾ പോലും കണ്ടിട്ടില്ലാത്ത പല കാർഷിക ഉപകരണങ്ങളാണ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. ഇതാണ് കലപ്പ. പണ്ട് കാലത്ത് നിലം വിടാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ് ഇത്. പിന്നെ തിരികല്ല്, ഇത് തിരികല്ല്. ഇത് നുകം. ഇതാണ് നുകം. നുകം എന്ന് പറയുന്നത് ഇത് തേപ്പ് കട്ട പറയും. ഇപ്പോൾ നമ്മൾ ഇത് വരെ ഉപയോഗിക്കുന്നത് മോട്ടറാണ്. വെള്ളം പറ്റിക്കാനൊക്കെ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ് തേക്ക് കോട്ട. ഇതെല്ലാം റേഡിയോകളാണ്. വാർത്താ വെച്ചേക്കുന്നതാണ് റേഡിയോ. പഴയ റേഡിയോ ആദ്യകാലത്ത് റേഡിയോ നമ്മളൊക്കെ പഴയ സിനിമകൾക്കകത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതാണ് റേഡിയോ. അതുകൊണ്ടാണ് ഇതെല്ലാം. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അതിന്റെ മാറി വരുന്നത് ശരിക്കും തേപ്പ് കോട്ടാണ്. പണ്ട് നമ്മൾ കണ്ടിട്ടുള്ള ശരിക്കും ഇത് കൂട്ടായിരുന്നു. ഇത് തീരെ ചെറുതാണ്. ഇതിനകത്ത് കാസറ്റ് ഇട്ട്, ചെറിയ കാസറ്റ് ഇട്ട് വർക്കിംഗ് അല്ല. ഇതിനകത്ത് കാസറ്റ് ഉണ്ട്. ചെറിയ കാസറ്റ്. അതാണ് നമ്മൾ കണ്ടിട്ടില്ല. ഇത് കണ്ടിട്ടില്ല, ഞാനൊന്നും കണ്ടിട്ടില്ല. ഇതൊക്കെ നമ്മുടെ കാലഘട്ടത്തിലേക്കുള്ള പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾ, ഈ നമ്മൾ പറഞ്ഞ ജെൻസിയാണ് ഇപ്പോഴത്തെ കുട്ടികൾ. അവരെ ഇതൊന്നും കണ്ടിട്ടില്ല. അവരെ ഇന്ന് കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെ ഞങ്ങളില്ല. അത് ക്യാമറ കാണും. ഇപ്പം നമ്മളെല്ലാം വലിയ ക്യാമറ ഉപയോഗിക്കുന്നതല്ലേ, ഫോൺ ഉപയോഗിക്കുന്നത്. ഇപ്പം ഇതൊന്നും കാണാനില്ല. ഈ ക്യാമറയൊക്കെ പണ്ട് നമ്മളിത് വളരെ ത്രില്ലിൽ ഉപയോഗിച്ചിരുന്ന സാധനമായിരുന്നു ക്യാമറ. പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ബാക്കി സാധനങ്ങളൊക്കെ അപ്പുറത്തെ തോപ്രാങ്കുടിയിലെ പള്ളിയാണ്. അപ്പുറത്തെ ബദേലിലെ തോപ്രാങ്കുടിയിലെ ആദ്യത്തെ പള്ളിയല്ലേ ഇത്? ഇപ്പോഴത്തെ പള്ളിയാണ്. ഇപ്പോഴത്തെ പള്ളി തന്നെ. ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ. അത് ബദേൽ ചർച്ച അതുപോലെ തന്നെയാണ്. ജനുവിനാണ് അത് ചിരട്ട. അതെ, അത് ചിരട്ടയാക്കുള്ളൂ. ഓക്കെ. പിന്നെ അത് ഒരു കൊച്ചറേ ഉള്ള പള്ളി. നമ്മളത് ഓക്കെ. ഇതൊരു ഗ്രോട്ടാണ് മോഡൽ നമ്മൾ നിർമ്മിക്കുന്നത്. കൊട്ടാരം. ഇത് കൊട്ടാരം പകുതി ചിരട്ടയാണ്. ഇത് ദിവ്യകാരുണ്യ താമസം. ബാക്കി ഇനിയെല്ലാം ഉള്ളതെല്ലാം ഇതെല്ലാം എവിടെ സൂക്ഷിച്ചില്ല? വീട്ടിൽ തന്നെ സൂക്ഷിച്ചിരുന്നു ശരിക്കും? ഓ, അത് ശരി. നമ്മളുണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മൾ വികാരിക്കാൻ വന്ന അച്ഛനൊരു താല്പര്യം. അപ്പം ഞങ്ങളുടെ പള്ളിയിലൊരു എക്സിബിഷൻ വെച്ചിരുന്നു. ഓക്കെ. അപ്പോഴാണ് അത് മിഷനിങ്ങിലാണ് 20-ാം വർഷം വരുന്നത്. ചിന്നാറയുടെ വകയാണ്. അപ്പോൾ അവിടെ നിന്ന് കണ്ട് വ്യക്തികൾ കണ്ടിരുന്നു. അപ്പോൾ അവർ ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. ഇവിടുത്തെ ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ഒരു എക്സിബിഷൻ വെച്ചേക്കാം. ചിക്കൻ പെട്ടി ഉണ്ടാക്കി വെച്ചേക്കല്ലേ. അതെ അതെ. പിന്നെ വലിയൊരു അനുഭവമല്ലേ ഇത്? ഓക്കെ. ഇതെല്ലാം വീട്ടിൽ തന്നെ സൂക്ഷിക്കുന്നല്ലേ? ഇങ്ങനെ എക്സിബിഷൻസ് വേറെ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തുടങ്ങിയില്ല. ഇങ്ങനെയൊക്കെ ആൾക്കാർ വിളിക്കുവാണെങ്കിൽ നമ്മൾ പോകും. ഓക്കെ. ഒരു
നമ്മൾ പുറത്തിറങ്ങിയില്ലായിരുന്നു, ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്.